ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഫിസിക്സ് പാർട്ട് 1 നമ്മൾ കഴിഞ്ഞു. പാർട്ട് 2ലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ CGS യൂണിറ്റ് ഓഫ് പ്രഷർ? ഏതാണ്? CGS ആണ്. CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അത് അടങ്ങുന്നതാണ് CGS യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. പ്രഷറിന്റെ CGS യൂണിറ്റ് ബെയർ ആണ്. ബെയർ, ദ ബെയർ BA എന്നാണ് is the centimeter gram second unit of pressure. It is equal to 1 dyne per square centimeter. എന്താണ് 1 dyne per square centimeter. ഓക്കെ, CGS ഇതാണ്. SI യൂണിറ്റ് ഏതാ പ്രഷറിൻ്റെത്? പാസ്കൽ ആണ് അല്ലേ? പാസ്കൽ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം അത് ഓർത്ത് വെക്കാം. രണ്ടാമത്തേലേക്ക് പോവാം. നെസസറി എലമെന്റ് ഓഫ് ചേഞ്ച് ഇൻ സോളാർ എനർജി to electric energy. Necessary element of change in solar energy to electric energy. ഏതാണ്? സിലിക്കൺ ആണ്. സിലിക്കൺ is a chemical element with the symbol Si and atomic number 14. അപ്പം സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14ാമത്തെ അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു നെസസറി എലമെന്റ് ആണ്? നമ്മൾ സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്നതാണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റോം നമ്പർ 14. അടുത്തതിലേക്ക് പോവാം. സൺസ് ഹീറ്റ് റീച്ചസ് അസ് ബൈ. നമ്മളിലേക്ക് സൂര്യകിരണങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? റേഡിയേഷൻ വഴിയാണ് അല്ലെ? എങ്ങനെയാണ്? റേഡിയേഷൻ വഴിയാണ്. ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് അസ് ബൈ റേഡിയേഷൻ. This process does not require a medium and can occur in vacuum as well. അപ്പം ഹീറ്റ് സണ്ണിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നത് റേഡിയേഷൻ വഴിയാണ്. വേറെ ഏതൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികൾ? 3 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് തേർഡ് വൺ ഈസ് റേഡിയേഷൻ. കണ്ടക്ഷൻ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ ബൈ ഡയറക്റ്റ് കോണ്ടാക്ട്. അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ ബൈ ഡയറക്റ്റ് കോണ്ടാക്ട്. അങ്ങനെ കൺവെക്ഷൻ ആണെങ്കിലോ മൂവ്മെന്റ് ഓഫ് ഹീറ്റ് ബൈ എ ഫ്ലൂയിഡ് സച്ച് ആസ് വാട്ടർ ഓർ എയർ, അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് മോളിക്യൂൾ ഫ്രം ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ. അങ്ങനെയും നമുക്ക് കൺവെക്ഷനെ പറയാം. റേഡിയേഷൻ ഇപ്പം നമ്മൾ കണ്ടു, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് വരുന്നതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു ചിത്രം കൊടുക്കാം ഇതെല്ലാം കൂടി കാണിക്കുന്ന ഒരു ഇത്. ഓക്കെ, ഈ 3ഉം കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ സൺസ് ഹീറ്റ് റീച്ചസ് അസ് ബൈ സിമ്പിൾ ആണ് റേഡിയേഷൻ. അടുത്തതിലേക്ക് പോവാം. നെയിം ദ മോഡറേറ്റർ യൂസ്ഡ് ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്നറിയാലോ? അതിൽ നമ്മൾ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് മോഡറേറ്റർ ബിക്കോസ് ദ റിഫ്ലക്ട് ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. അതായത് ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ റിഫ്ലക്ട് ചെയ്യുന്നു ആര്? ഈ ഗ്രാഫൈറ്റ്. ദേ ആൾസോ കൺവേർട്ട് ഫാസ്റ്റ് ന്യൂട്രോൺസ് ഇൻ ടു തെർമൽ ന്യൂട്രോൺസ് ഫോർ പ്രൊഡ്യൂസിങ് ആൻഡ് സസ്റ്റെയിനിങ് എ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ എന്താണ് ഈ ഗ്രാഫൈറ്റ് എന്തിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ഫാസ്റ്റ് ന്യൂട്രോൺസിനെ തെർമൽ ന്യൂട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഫോർ പ്രൊഡ്യൂസിങ് വാട്ട്? ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഗ്രാഫൈറ്റ് ആണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗ്രാഫൈറ്റ് കാർബണിന്റെ ഒരു രൂപാന്തരത്വമാണ് അല്ലെ ഗ്രാഫൈറ്റ്. അടുത്തത് ഡോപ്ലർ ഫിനോമിന. കേട്ടിട്ടില്ലേ? ഡോപ്ലർ ഫിനോമിന ഈസ് റിലേറ്റഡ് വിത്ത് പിച്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസി. പിച്ച്. ഓക്കെ, ഡോപ്ലർ എഫക്ട് റിഫേഴ്സ് to the change in wave frequency during the relative motion between a wave source and its observer. ഒരു വേവ് സോഴ്സും ഉണ്ട്, ഒരു ഒബ്സർവറും ഉണ്ട്. അതിൻ്റെ റിലേറ്റീവ് മോഷൻ, അതാണല്ലോ ഡോപ്ലർ എഫക്റ്റ് പറയുന്നത്. റിലേറ്റീവ് മോഷനിൽ എന്താണ്? വേവ് ഫ്രീക്വൻസിയിൽ വരുന്ന ചേഞ്ച് ആണ് ഡോപ്ലർ എഫക്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ് ക്രിസ്ത്യൻ ഡോപ്ലർ who described the phenomenon in 1842. അപ്പോൾ ഡോപ്ലർ ഫിനോമിന ഈസ് റിലേറ്റഡ് വിത്ത് ഫ്രീക്വൻസി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയാം. ആ റിലേറ്റീവ് മോഷനിലാണ് ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. AFM സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. AFM സ്റ്റാൻഡ്സ് ഫോർ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്.
വായിക്കാം. അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഈസ് എ വെരി ഹൈ റെസൊല്യൂഷൻ ടൈപ്പ് ഓഫ് സ്കാനിംഗ് പ്രോബ് മൈക്രോസ്കോപ്പ്. ദ AFM can be used to image the topography of soft biological materials in their native environments. ഇതന്നെ വായിക്കാം ഒന്നും കൂടി. അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഈസ് എ വെരി ഹൈ റെസൊല്യൂഷൻ ടൈപ്പ് ഓഫ് സ്കാനിംഗ് പ്രോബ് മൈക്രോസ്കോപ്പ്. ഓക്കെ, സ്കാനിംഗ് പ്രോബ് മൈക്രോസ്കോപ്പ് വിഭാഗത്തിൽ വരുന്ന ഒരു ഹൈ റെസൊല്യൂഷൻ ടൈപ്പാണ് ഈ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റുന്നു? യൂസ്ഡ് ടു ഇമേജ് ദ ടോപ്പോഗ്രഫി ഓഫ് വാട്ട് സോഫ്റ്റ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ ദെയർ നേറ്റീവ് എൻവയറമെന്റ്സ്. അതാണ് AFM അഥവാ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം. When the charged particles move in a combined magnetic and electric field, then the force acting is known as. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, അത് എന്താണ് മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. മൂവിനെ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും? ലോറൻസ് ഫോഴ്സ് ആയിരിക്കും. ഏതാണ് ലോറൻസ് ഫോഴ്സ്? ഇൻ ഫിസിക്സ് ലോറൻസ് ഫോഴ്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ പോയിന്റ് ചാർജ് ഡ്യൂ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിൽ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാവും. ഇതിന്റെ കോമ്പിനേഷൻ ആണ് ആക്ച്വലി ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. The splitting of different colors of light in a prism is dispersion. Splitting of different colors of light വിസരണം ആണ് അല്ലേ? ഓക്കെ, വായിക്കാം. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെന്റ് കളേഴ്സ് ത്രൂ എ പ്രിസം ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഒരു വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് വിവിധ വർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഇൻ എ പ്രിസം ഈസ് ഡിസ്പേഴ്സൺ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഏത് കറന്റ് ആണ്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ID എന്നൊക്കെയല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്സ്വെൽ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഡെൻസിറ്റി. എന്താണ്? ഇലക്ട്രിക് കറന്റ് ഡെൻസിറ്റിയുടെ അതേ യൂണിറ്റ് തന്നെയാണ് ഏതിന്? നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്. അപ്പം ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്സ്വെൽ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ദ പീരിയോഡിക് ടൈം ഓഫ് എ ബോഡി മൂവിങ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM അറിയത്തില്ലേ? ദ പീരിയോഡിക് ടൈം ഓഫ് എ ബോഡി മൂവിങ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ആംഗുലർ വെലോസിറ്റി. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി angular velocity. The periodic time of a body moving in simple harmonic motion is inversely proportional to the angular velocity. Okay, അടുത്തതിലേക്ക് പോവാം. The property of a body by virtue of which it tends to regain its original size and shape when the applied force is removed is called. നോടി വായിച്ചു നോക്കാം. The property of a body by virtue of which it tends to regain its original size and shape when the applied force is removed is called elasticity. എന്താണ് ഇലാസ്റ്റിസിറ്റി? എന്താണ്? നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനെന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുമല്ലോ. എന്നാൽ നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. വായിക്കാം. ഇലാസ്റ്റിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഡ്യൂ ടു വിച്ച് ദ ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. സിമ്പിൾ അല്ലേ? ഇലാസ്റ്റിസിറ്റീൻ്റെ ഒരു ഗ്രാഫൊക്കെ പഠിക്കുന്ന ഓർമ്മയുണ്ടോ? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, അതൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പറയാം കേട്ടോ, വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അടുത്തതിലേക്ക് പോകട്ടെ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോപ്പർ റോഡ് ക്യാരിയിങ് ഡയറക്റ്റ് കറന്റ് ഈസ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോപ്പർ റോഡ് ക്യാരിയിങ് ഡയറക്റ്റ് കറന്റ് ഈസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ റോഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്
എവിടെ ഉണ്ടാവും? ഉള്ളിലും ഉണ്ടാവും, പുറമേ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോപ്പർ റോഡ്, അത് ക്യാരി ചെയ്യുന്നത് ഏതാണ്? ഡയറക്റ്റ് കറന്റ് ആണ്, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ റോഡ്. ആര്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ വായിച്ചു നോക്കാം. ഡയറക്റ്റ് കറന്റ് ഫ്ലോസ് ത്രൂ ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ റോഡ്. ഡയറക്റ്റ് കറന്റ് നമ്മൾ കോപ്പർ റോഡിൽ ഫുള്ളായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ റോഡ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലും പുറമേയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കോപ്പർ റോഡിന്റെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോപ്പർ റോഡ് ക്യാരിങ് ഡയറക്റ്റ് കറന്റ് ഈസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ റോഡ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഫോർ ദ മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി, for the motion with the uniform velocity, the slope of the velocity time graph is equal to, slope of velocity time graph is equal to 0. എന്താണ്? 0. വായിക്കാം. In uniform motion, the object travels with uniform speed. In uniform motion, object travels with uniform speed. Okay. When velocity is uniform, velocity time graph is straight line parallel to time axis. വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക, പാരലൽ ടു ദി ടൈം ആക്സിസ് അഥവാ എക്സ് ആക്സിസിന്. സോ ദ സ്ലോപ്പ് ഈസ് 0. അപ്പോൾ അവിടെ സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ദ മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി ദ സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു വാട്ട്? 0. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. വാട്ട് ഹാസ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 0? വാട്ട് ഹാസ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 0? ഏത് ഷേപ്പിനാ? സർക്കിളിനാണ് എക്സെൻട്രിസിറ്റി 0 ആയിരിക്കുക. അപ്പം എക്സെൻട്രിസിറ്റി എന്താണെന്ന് അറിയാവോ? എലിപ്സ് ഷേപ്പ് ആയത്തില്ലേ? നമ്മളിത് വായിക്കാം, ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കോ. എ സർക്കിൾ ഈസ് ആൻ എലിപ്സ് ഇൻ വിച്ച് ബോത്ത് ദ ഫോക്കി, അതായത് ഫോക്കസ് ഇൻസൈഡ് കോയിൻസൈഡ് വിത്ത് ഇറ്റ് സെന്റർ. അപ്പോൾ എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും അല്ലേ? അപ്പം സർക്കിൾ ആവുന്ന സമയത്തിന് എന്താ സംഭവിക്കുന്നത്? സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു എലിപ്സ് ആണ്, പക്ഷേ 2 ഫോക്കസും സെന്ററിലാണ് എന്നേ ഉള്ളൂ. ആസ് ദ ഫോക്കി ആർ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് എ സർക്കിൾ, ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു എ ഫോക്കസ് ഈ 0 അല്ലേ? സെന്ററിൽ നിന്ന് 2 ഫോക്കസ് ഉണ്ടാകുമ്പോൾ നമുക്ക് 2 ലെങ്ത് പറയേണ്ടി വരുന്നത്. FA FB എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പക്ഷെ ഇവിടെ എന്താണ്? രണ്ടും സെന്ററിലാണ്. അപ്പൊ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം 0 ആണല്ലോ. ദിസ് എക്സെൻട്രിസിറ്റി ഗിവ്സ് ദ സർക്കിൾ ഇറ്റ്സ് റൗണ്ട് ഷേപ്പ്. ഇതാണ് സർക്കിളിന് എന്ത് കൊടുക്കുന്നത്? റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നത്. ദസ് ദ എക്സെൻട്രിസിറ്റി ഓഫ് എനി സർക്കിൾ ഈസ് 0. അപ്പോൾ എക്സെൻട്രിസിറ്റി സർക്കിളിന്റെ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെക്കാനുള്ളൂ. സർക്കിളിന്റെ എക്സെൻട്രിസിറ്റി 0 ആണ്. അടുത്തത് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഈസ് നോൺ ആസ്, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഏരിയാസ്, ലോ ഓഫ് ഏരിയാസ്. അപ്പോൾ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ദാറ്റ് എ പ്ലാനറ്റ് മൂവ്സ് ഇൻ ഇറ്റ്സ് എലിപ്സ് സോ ദാറ്റ് ദ ലൈൻ ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് ദ സൺ പ്ലേസ്ഡ് അറ്റ് ഫോക്കസ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ടൈംസ്. എന്താണ്? നമ്മളൊരു ലൈൻ വരയ്ക്കുവാണ്. നമ്മുടെ ഫോക്കസിലുള്ള സണ്ണും ഈ എലിപ്സ് പാതയിൽ സഞ്ചരിക്കുന്ന നമ്മളെ ഗ്രഹത്തിലേക്കും ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ ലൈൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ടൈംസിൽ ഇങ്ങനെ സ്വീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത്. അതായത് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിട്ടുള്ള പ്രദേശങ്ങൾ അങ്ങനെ എന്ത് ചെയ്തിട്ടാണ്? സ്വീപ്പ് ചെയ്തിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ പ്ലാനറ്റ് പോകുന്നത്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, ലോ ഓഫ് ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഈക്വൽ ഏരിയ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോകും പ്ലാനറ്റ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ദ ലാമിനേറ്റഡ് കോഴ്സ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമേഴ്സ് ടു റെഡ്യൂസ്. ലാമിനേറ്റഡ് കോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു എന്തിൽ? ട്രാൻസ്ഫോമേഴ്സിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് എഡ്ഡി കറന്റ് ലോസസ്. എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് എഡ്ഡി കറന്റ് ലോസസ്. അപ്പോൾ എഡ്ഡി കറന്റ് എന്താണെന്ന് അറിയണം. അതിവിടെ പറയുന്നുണ്ട്, നമുക്ക് വായിക്കാം. ദ ട്രാൻസ്ഫോമേഴ്സ് കോർ ഈസ് ലാമിനേറ്റഡ് ടു റെഡ്യൂസ് എഡ്ഡി കറന്റ് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസി. എഡ്ഡി കറന്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ, ഫാരഡേന്റെ ലോ ഓഫ് ഇൻഡക്ഷൻ പ്രകാരം എഡ്ഡി കറന്റ്സ് ആർ ലൂപ്സ് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ കണ്ടക്ടേഴ്സ് ബൈ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണം നമ്മൾ കണ്ടക്ടേഴ്സിൽ
ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ കറന്റ് ആണ് ആക്ച്വലി നമ്മൾ എഡ്ഡി കറൻസ് എന്ന് പറയുന്നത്. എഡ്ഡി കറൻസ് ആർ ലൂപ്പ് ഓഫ് ഇലക്ട്രിക്കൽ കറന്റ് വിച്ച് ഈസ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ കണ്ടക്ടേഴ്സ്. എന്ത് കാരണം? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം. അതാണ് ഫാരഡേന്റെ ലോ ഓഫ് ഇൻഡക്ഷൻ പ്രകാരം എഡ്ഡി കറന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എഡ്ഡി കറന്റ് ലോസസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ട്രാൻസ്ഫോമേഴ്സിൽ ലാമിനേറ്റഡ് കോർസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ ഒരു പോയിന്റ് എക്സ്ട്രാ പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. അതായത് വെഞ്ചൂറിമീറ്റർ ആൻഡ് ഒറിഫിസ് മീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് Bernoulli's equation. Bernoulli's principle formulated by Daniel Bernoulli states that as the speed of a moving fluid increases, the pressure within the fluid decreases. അതായത് എത്രത്തോളം സ്പീഡിലാണോ നമ്മുടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് അത്രത്തോളം പ്രഷർ ഉള്ളിൽ കുറവായിരിക്കും. വെഞ്ചൂറിമീറ്റേഴ്സ് ആൻഡ് ഒറിഫൈസ് മീറ്റേഴ്സ് ആർ ഡിവൈസസ് which are used to measure average velocity, volumetric flow rate or mass flow rate of a flowing fluid by reducing the pressure of flowing fluid. അപ്പം പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടുതലായിരിക്കും അല്ലേ? അല്ലേ? അത് ആലോചിച്ച് നോക്കൂ. അത് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് കെമിസ്ട്രി ആണ് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു തൊഴിലുറപ്പ്